നമ്മൾ ഇഷ്ടമുള്ള കാര്യം ചെയ്ത് ജീവിക്കാൻ നോക്കുക. നമ്മൾ എത്ര കാലം ജീവിക്കും എന്നുള്ളത് നമുക്കൊരു അഷുറൻസും പറയാൻ പറ്റില്ല. നമ്മൾ വെറുതെ നമുക്ക് ഇഷ്ടമില്ല, നമുക്ക് താല്പര്യമില്ലാതെ ആരെങ്കിലും പറയണത് കേട്ടിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് ജീവിതം സമയം വേസ്റ്റാക്കി കളയാനേക്കാൾ നല്ലത് നമുക്ക് കോൺഫിഡൻസ് ഉള്ളൊരു മേഖല, ഇതന്നെ ഫിറ്റ്നസ് തന്നെ ആവണമെന്നില്ല, നമുക്ക് കോൺഫിഡൻസ് ഉള്ള ഏത് മേഖലയാണെങ്കിലും ബാക്കിയുള്ളവർ പറയണത് നോക്കണ്ട. നമുക്ക് കോൺഫിഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കാര്യം ചെയ്യാം, ഉറപ്പായിട്ടും നമ്മളതിൽ പാഷനേറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മളതിൽ സക്സസ്ഫുൾ ആവും. ആ ഒരു വിശ്വാസം ഉണ്ടാവണം നമ്മൾ എന്ത് ചെയ്യുമ്പോഴും. ഒരു കാരണവശാലും നിർത്തി പോകരുത്. പിന്നെ ഇഞ്ചുറി വരാൻ വേറെ കാരണം മൊബിലിറ്റി കുറവ് കാരണം. ഈ ഫ്ലോർ ഇങ്ങനെ തുടക്കണ പോലെ അങ്ങനെ പോവാ ഈസി. സോ ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. അപ്പം ഇന്ന് നമ്മളിപ്പോൾ ഉള്ളത് ഷാമിലാണ്. ഷാമിൽ വളാഞ്ചേരിയാണ് സ്ഥലം. അപ്പം ഇന്ന് നമ്മളെ കാണാനായിട്ട് മഞ്ചേരിക്ക് വന്നതാണ്. അവന് ICNൽ ഇറങ്ങാൻ നിൽക്കുകയാണ്. ICN ബാംഗ്ലൂർ. ബാംഗ്ലൂരിന് ഇനിയിപ്പോൾ എത്ര ദിവസം ഉണ്ട്? ഇനി 47 ദിവസം. ഇനി ഒരു 47 ദിവസമുള്ളൂ. അപ്പം അവന് കുറച്ച് ഡൗട്ടും കാര്യങ്ങളുണ്ട് പറഞ്ഞു. ഓൻ ഇൻസ്റ്റയിൽ ചോദിച്ചാണ്, ഞാൻ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. കൂടുതൽ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ നാട്ടിലേക്ക് വന്നു. ഒരു വർക്കൗട്ട് ചെയ്യാൻ പറഞ്ഞു. ആ വർക്കൗട്ട് വ്ളോഗ് എടുക്കാൻ പ്ലാൻ ഇല്ലായിരുന്നു, പക്ഷെ പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്തു എടുക്കാൻ ചെയ്തിട്ട് അങ്ങനെ എടുക്കുകയാണ്. സോ ഒന്ന് നമ്മൾ ഷോൾഡർ വർക്കൗട്ടാണ് ചെയ്യാൻ പോകുന്നത്. സോ വർക്കൗട്ട് മിക്സ്ഡ് ആയി, കാരണം ഓൻ്റെ ഇഷ്ടപ്പെട്ട വർക്കൗട്ടുകൾ എൻ്റെ ഇഷ്ടപ്പെട്ട വർക്കൗട്ടുകളൊക്കെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഒരു വർക്കൗട്ട് സെറ്റ് ചെയ്തിട്ടാണ്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ എന്താ നമുക്ക് നേരെ വർക്കൗട്ടിലേക്ക് പോവാം. വർക്കൗട്ടിന് മുന്നേ വാംപ്പ് ചെയ്യണം. ഫസ്റ്റ് നമ്മൾ നോർമൽ സ്ട്രെച്ചിങ് ചെയ്തു, ഷോൾഡർ റൊട്ടേഷൻസും അതുപോലെ തന്നെ ചെസ്റ്റും അതുപോലെ അങ്ങനത്തെ നോർമൽ ചെയ്യാൻ സംഭവം ചെയ്തു, ഡൈനാമിക്. പിന്നെ ജസ്റ്റ് ആ ഒരു മസിൽസ് ഒന്ന് വാമാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, നമ്മൾ ഈ നോർമൽ ചെയ്യാൻ പോണ മൊമെൻറ്റ്സ് ഒക്കെ ഒന്ന് ചെയ്യുക. അതിപ്പോൾ ലാറ്റർ റൈസ് ചെയ്യും, അതേപോലെ തന്നെ ഫ്രണ്ട് റൈസ്, അതേപോലെ തന്നെ ഈ റയർ ഫ്ലൈസ്, പിന്നെ പ്രസ്സും. അപ്പം ഇതൊക്കെ ചെറിയ വെയിറ്റ് വെച്ചാണ്ട് ഒരു 10 to 15 റെപ്സ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വാമാക്കാൻ വേണ്ടി ചെയ്തുകൊണ്ട് പിന്നെ നേരെ ഫസ്റ്റ് വർക്കൗട്ട്ക്ക് പോകും. ഓക്കെ, ഈ റൈഡോട്ട് പമ്പ് ചെയ്യണമെന്ന് ഞാൻ ഞങ്ങൾക്ക് നമ്മൾ പ്രസ്സിങ് മൂവ്മെൻറ്റ് ചെയ്യണ വരെ സമയത്ത് വരെ നമ്മൾ ഈ സപ്പോർട്ട് ആയി യൂസ് ചെയ്യണത് ഈ റൈഡോ. ഈ ചെസ്റ്റ് പ്രസ് ചെയ്യുന്ന സമയത്ത് നോക്കിക്കൊണ്ട് ചെയ്യും. ചെസ്റ്റ് പ്രസ് ചെയ്യണതിന് പിന്നെ ഈ ഷോൾഡർ റൈഡോട്ട് വാം ആയിക്കാണ് ചെയ്യുമ്പോഴും വാം ആക്കാതെ ചെയ്യുമ്പോഴും വ്യത്യാസം ഉണ്ടാവും. ചെസ്റ്റ് മാത്രം വാം ചെയ്താണ്ട് ചെയ്യണ സമയത്ത് റൈഡോട്ട് ഷോൾഡർ പെയിനൊക്കെ വരും, കാരണം സപ്പോർട്ടില്ല അവിടെ. അതുകൊണ്ട് റയർ ഒന്ന് പമ്പായിക്കാണ്ട് ഈ ചെസ്റ്റിന് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി പെയിൻ ഫ്രീ ആയിക്കാരം, കുറച്ചും വെയിറ്റ് പുഷ് ചെയ്യാൻ കഴിയും. സപ്പോർട്ട് ചെയ്യണം. ഇപ്പോൾ ബാക്ക് പോകുമ്പോഴും നമ്മളെ സപ്പോർട്ട് ചെയ്യണ ഒരു സെക്കൻഡറി മസിലായിട്ട് വർക്ക് ചെയ്യും. ഷോൾഡർ പ്രസ് ചെയ്യുന്ന സമയത്തും നമുക്ക് ചില ദിവസം നിങ്ങൾക്ക് ഷോൾഡർ പ്രസ് ചെയ്താണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ബാക്കിൽ കളിച്ചിട്ടുണ്ടാവില്ല, പക്ഷേ ബാക്ക് പെയിൻ ഉണ്ടാവും, കാരണം ഓപ്പോസിറ്റ് മസിൽസ് ആണ് സപ്പോർട്ട് ചെയ്യണത്. ഇനി നമുക്ക് അകത്തത്തെ റൊട്ടേറ്റർ കഫ് ഒന്ന് വാമാക്കണം. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, കേബിളിൽ ഇൻറ്റേർണൽ എക്സ്റ്റേണൽ റൊട്ടേഷൻ ചെയ്യാണ്ട്. അയ്യോ ഒന്ന് വെയിറ്റ് കൂടുതലാണ്, 10 kg ഉള്ളല്ലോ. ഇത് ഉള്ളിൽ ഇത് പ്രഷർ വരാതിരിക്കാനാ നമ്മൾ ഈ മൂവ്മെൻറ്റ് ചെയ്യണേ. നമ്മളെ റൊട്ടേറ്റർ കഫ് ഇപ്പോൾ ഷോൾഡർ പെയിനൊക്കെ ഉണ്ടാകാൻ കാരണം അതാണ്. ഇപ്പോൾ നമ്മൾ പുറത്തത്തെ മസിൽ ട്രെയിൻ ചെയ്തിക്കാണ്ട് അകത്ത് സ്ട്രോങ് അല്ലെങ്കിൽ നല്ല പണി കിട്ടും. ഇപ്പോൾ കാലിസ്റ്റൻസ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, ഓർക്ക് അകത്ത് നല്ല സ്ട്രോങ് ചെയ്യാറ്. അതുകൊണ്ട് ഒരു ഹെവി വെയിറ്റും ഒക്കെ പുഷ് ചെയ്യാൻ കാരണം അകത്ത് അത്ര സ്ട്രോങ് ആയതുകൊണ്ടാണ്. നമുക്ക് ആ ഒരു അകത്തത്തെ സ്ട്രോങ് കൂടുതൽ ഈ ഒരു മൂന്ന് ഹെഡ് മാത്രം ഈ റൈഡ് ഹെഡ് ഇതൊക്കെ എല്ലാവർക്കും അറിയണ്ടാവുള്ളൂ. പക്ഷേ അകത്ത് കുറേ മസിൽസ് ഉണ്ട്. അകത്ത് ആ മസിൽസ് ട്രെയിൻ ചെയ്തില്ലെങ്കിൽ നമ്മളെ ഇഞ്ചുറി പെട്ടെന്ന് വരും. ഇങ്ങനെ പിടിക്കാം, ഇവിടുന്ന് എത്രയോ കൈ അത്രക്ക്. ചിലർക്ക് മൊബിലിറ്റി കുറവായിക്കാരം, അപ്പോൾ അത്രക്കും കിട്ടലുണ്ടാവില്ല. 10 റെപ്പ് വെച്ചിട്ട്. പിന്നെ ഇഞ്ചുറി വരാൻ വേറെ കാരണം മൊബിലിറ്റി കുറവ് കാരണം. നമ്മൾ ആ മൂവ്മെന്റ് ചെയ്യാനല്ല ആരും ശ്രദ്ധിക്കലില്ലല്ലേ. എടുത്ത് വെക്കാം, ടച്ച് ചെയ്യണം. ഇങ്ങോട്ട് പോകുമ്പോൾ അങ്ങോട്ട് ഇങ്ങനെ പോകണം കേട്ടോ. ഇനി ഇത് അളകാതെ ഈ എൽബോ അളകാതെ ജസ്റ്റ് ആ ഒരു ഇത് മാത്രം ഉപയോഗിച്ചാണ്ട് പുറത്തേക്ക് പോട്ടെ. 2 3 4 5 6 7 8. ചെയ്യാത്തതുകൊണ്ടാണ് എനിക്ക് 10 ഭയങ്കര ഹെവി ആയിട്ട് തോന്നുന്നു. ശരിക്കും ഇതൊരു വർക്കൗട്ട് തന്നെയാണ്. അയ്യോ, ഇത് കാലിസ്റ്റൻസ് തീരെ നോക്കില്ലല്ലോ. എനിക്ക് നല്ല സ്വിച്ച് ആവണം. എനിക്ക് ഇനി ഈ ബോഡി ബിൽഡിങ് മാത്രമല്ല എൻ്റെ ഗോള്. എൻ്റെ ഗോൾ ഇനി കാലിസ്റ്റൻസും
അതേപോലെ തന്നെ ഹൈറോക്സിന് നല്ല എൻഡുറൻസ് ആണല്ലേ. ഇപ്പൊ അടുത്ത് എവിടെ പരിപാടി നടന്നിരുന്നത്? ബാംഗ്ലൂർ എഡുവിന് പോയി പക്ഷെ പോക്കിയാണ് കേട്ടോ. ഇത് ആംസോ 9 ഡിഗ്രി തന്നെ പോട്ടെ. ഓക്കെ ഓക്കെ ഇനി നേരെ മേലേക്ക്. ഇത് തന്നെ ഇതും അകത്തത്തെ ഒരു മസിൽ ട്രെയിൻ ചെയ്യാൻ. നമുക്ക് ഡംബിൾമേ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനിയും മൂവ്മെൻറ്റ് ഇത് കൂട്ടും, റേഞ്ച് ഓഫ് മോഷൻ കൂട്ടും. ഇതിവിടെ നിന്ന് ഇങ്ങനെ പോയിട്ട് അത് കൊടുക്കും. ഇതിൽ ഇങ്ങനെ കൊടുക്കൂലേ? ഇത് പറഞ്ഞാൽ ക്യാബിളാവുന്ന റെസിസ്റ്റൻസ് എപ്പോഴും ഉണ്ടാവും. ഡംബിലാവുമ്പോൾ ചില സമയത്ത് നമുക്ക് റെസിസ്റ്റൻസ് കിട്ടൂല. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, മാനേജ് ചെയ്യണം. അതായത് കിട്ടുന്ന സ്ഥലത്ത് സ്റ്റോപ്പ് ചെയ്ത് കണ്ട് നമ്മളെ ആൾക്കാർ മെയിനായിട്ട് നല്ല വർക്കൗട്ട് ചെയ്യും, പക്ഷെ വാമപ്പ് ശ്രദ്ധിക്കൂല, സ്ട്രെച്ച് ശ്രദ്ധിക്കൂല. ഞാനെനിക്ക് ലെഗിൻ്റെ ഇതേപോലെ ഞാൻ വാങ്ങുമ്പം സ്ട്രെച്ചിങ് പ്രോപ്പറായി നോക്കായിട്ടാണ് എനിക്ക് ലെഗിൻ്റെ ഇഞ്ചുറി വന്നത്. ഞാൻ എപ്പോഴും പറയലുണ്ട്, ഞാൻ എൻ്റെ വീഡിയോസിൽ ഞാൻ ഷോൾഡർ ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യം കൊടുക്കുന്ന അഡ്വൈസ് വർക്കൗട്ട് എങ്ങനെ ആയിക്കോട്ടെ, വാമപ്പ് പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ മൊബിലിറ്റി ഇല്ലെങ്കിൽ ആ മസിൽസ് ടൈറ്റ് ആവും. ഇതിൽ ഓക്കെ 9 ഡിഗ്രി ഈ ലെവലിൽ പിന്നെ ആ 4 hours മാത്രം താഴത്തും നോക്ക്. നമുക്ക് ഉള്ളിലാ ഫീൽ ചെയ്യുക. എൽബോ അടക്കണ്ട, അവിടെ ഹോൾഡ് ചെയ്ത് മെല്ലെ വിട്ടാൽ മതി. ബാക്ക് വരുന്നുണ്ടല്ലേ, ഫ്രണ്ടിക്ക് വരുന്നുണ്ട്. ഓക്കെ ഹോൾഡ് ചെയ്ത് മെല്ലെ വിട്. അത് കുറച്ച് സ്ട്രോങ് ആണല്ലോ. ഇത് ഈ കൈ ഇംബാലൻസ് ഉണ്ടോ? ഇംബാലൻസ് എല്ലാവർക്കും ഉണ്ടാവും, പക്ഷെ എനിക്ക് ഇടതേന് ഇംബാലൻസ് നിൽക്കണ എങ്ങനെ? ഞാൻ വലുതേ യൂസ് ചെയ്യുന്ന ആളല്ലേ. അത് പറയാനില്ല. നമ്മൾ ഇപ്പം ഇത് വീക്കാകുമ്പം മറ്റേതിന് കുറച്ച് കൂടുതൽ ഇത് കൊടുക്കുമ്പോൾ ഫോഴ്സ് കൊടുക്കുമ്പോൾ അത് സ്ട്രോങ് ആവും. ജിമ്മിൽ വന്നിട്ട് ഇംബാലൻസ് ആയതേക്കാരോ. നോർമലി ഞാൻ റൈറ്റ് ഹാൻഡറാണ്. അങ്ങനെ അപ്പോൾ റൈറ്റ് ഹാൻഡ് നമുക്ക് സിമ്പിളായി പോകും. പക്ഷെ ഇത് കുറച്ച് ഹാർഡായി കാരണം ഇപ്പം അതിന് കുറച്ച് കൂടുതൽ ഫോഴ്സ് കൊടുക്കും. അത് സ്ട്രോങ് ആവും, ഇത് ബാലൻസ് ആവാതാവും. അപ്പം വാമ്പ് കഴിഞ്ഞു നമുക്ക് നേരെ വർക്കൗട്ട് പോവാം. ഫസ്റ്റ് വർക്കൗട്ട് ചെയ്യാം. റാത്തസ് കൂടി കാണിച്ചാൽ ആ കുടിക്കാം. റിവേഴ്സ് പെക്ക് ഫ്ലൈ കളിക്കലുണ്ട്. ഒറ്റ സിംഗിൾ ആകുമ്പോൾ അല്ല ഡബിളാ ചെയ്യല്ലേ. മെഷീനിലോ കേബിളിലോ? മെഷീൻ പെക്ക് ഫ്ലൈൻ്റെ മെഷീനിൽ. പിന്നെ കേബിള് ഫേസ് റോപ്പ് രണ്ട് ചെയ്യലുണ്ട് പൈസ തന്നെ? ഇല്ലില്ല, അതിലേതെങ്കിലും ഒന്ന് റേഡറിന് ചെയ്യലുള്ളൂ. പിന്നെ ചെയ്യാം നമുക്ക് അതല്ല ഒന്നുകൂടി കംഫർട്ടബിൾ, സ്റ്റെബിലിറ്റി കിട്ടുക അല്ലേ, ബെറ്റർ അതല്ലേ. പിന്നെ റേഡിലിറ്റി നമുക്ക് ചെയ്യാം. ഞാനും തന്നെ ഈ രണ്ടും. പക്ഷേ എനിക്ക് ഞാൻ മെഷീനിലല്ലേ ചെയ്യല്. ഒന്നെങ്കിൽ കേബിളിൽ ചെയ്യും, അതൊന്നും അല്ലെങ്കിൽ കേബിളിൽ സിംഗിൾ ആം ചെയ്യും. ട്രൈ ചെയ്യാം. കേബിൾ സിംഗിൾ ആം ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് കണ്ടോ ഈ സ്ട്രെച്ച് ഈ ലെവലിൽ കിട്ടും. മറ്റേ നമ്മളിപ്പോൾ കിട്ടും, മറ്റേ നമ്മൾ അതിൽ നമ്മൾ ചെയ്യണ സമയത്ത് ഈ ഒരു ഇവിടുന്ന് നമുക്ക് ഇതുവരെ കിട്ടുള്ളൂ. അല്ലെങ്കിൽ അതിൽ സിംഗിൾ എന്നിട്ട് ഈ സ്ട്രെച്ച് കിട്ടില്ല. ഈ സ്ട്രെച്ച് കിട്ടുമ്പോഴാണ് ഫുള്ള് ഫുൾ മോശം വന്നതാണ്. കേബിൾ ട്രൈ ചെയ്യാം. കേബിൾ നമ്മൾ ട്രൈ ചെയ്യുന്നത് റാത്തക്സിൻ്റെ റിവ്യൂ വർക്കൗട്ടാണ്. പക്ഷെ നേരത്തെ നമ്മൾ എടുത്താണ് കേട്ടോ. നേരത്തെ നമ്മൾ റാക്തസിൽ ഇതിൽ എന്താ പ്രീ വർക്കൗട്ട് ഹൈറ്റിൻ്റെ പ്രീ വർക്കൗട്ട് ആക്കിയാണ് കുടിച്ചു. അതിന് പുറമെ ഇപ്പം ഇതിൽ 100 mg കഫേന് ഒരു ബോട്ടിൽ മുന്നെടുത്തു വന്നേക്ക്. അതിൽ 100 mg കഫേന്, പിന്നെ ഒരു സ്കൂപ്പ് 2 സ്കൂപ്പ് പ്രീ വർക്കൗട്ട്, 2 സ്കൂപ്പ് പ്രീ വർക്കൗട്ട് 3 പേര് കഴിച്ചിട്ടോ. ഇന്ന് ആണെങ്കിൽ ജഗതി പറഞ്ഞാൽ ആ നിലവിളി ശബ്ദം ഇടൂ എന്ന് പറഞ്ഞാൽ എടുത്തിട്ട് പോകേണ്ടി വരും. അതൊന്നും സീനില്ല, ഉറക്കിട്ടില്ല സീന്. കഫേൻ ഒരിക്കലും ആരും വെറുതെ യൂസ് ചെയ്ത് ശീലിക്കാതെ, പ്രത്യേകിച്ച് ബിഗിനേഴ്സ് ഒരു ഹെവി ലിഫ്റ്റ് ചെയ്യണമെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി. വെറുതെ അഡിക്ഷൻ ഇത് എല്ലാ ഡ്രഗ് പോലെ തന്നെയാണ്. നമുക്ക് കഫേൻ അഡിക്ഷൻ നമുക്ക് വന്നു കഴിഞ്ഞാൽ തിരിച്ചെടുക്കുക എന്നുള്ളത് ഭയങ്കര ടാസ്ക്. നമുക്കത് ഉപയോഗിച്ച് ശീലിച്ച് ഭയങ്കര ഫുൾ ടൈം ഇത് ഉപയോഗിച്ച് ശീലിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതില്ലാതെ നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ നമ്മൾ മാറിപ്പോകും. ഞാനൊക്കെ വായിച്ചൊരു ആവശ്യം 3 ദിവസം എടുക്കലുള്ളൂ. ഹെവി ആയിട്ട് ലെഗ് അല്ലെങ്കിൽ നമ്മൾ ഏതൊരു ഹെവി മെയിൻ മസിലിന് മാത്രം ബിഗിനേഴ്സിന് ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. അത്ര ഹെവി ആയിട്ട് എന്തായാലും പക്ഷേ നമ്മൾ ബേസിക്സ് പഠിച്ചു വരുന്നല്ലോ. ഫസ്റ്റ് വർക്കൗട്ട് നമ്മൾ ചെയ്യാൻ പോണത് റേഡൽറ്റിനാട്ടോ. അപ്പോൾ അതിന് നമ്മൾ ചെയ്യാൻ പോണത് റിവേഴ്സ് പെക്ടക്ക് നമുക്ക് ഒന്നെങ്കിൽ നോർമൽ ബിഗിനേഴ്സിനൊക്കെ ആ ഒരു മെഷീനിൽ തന്നെ പെക്ടക്ക് മെഷീനിൽ എന്ത് ചെയ്യുക തിരിഞ്ഞു നിന്നാണ്ട്
അത് ചെയ്യാം. നമുക്ക് കുറച്ചുകൂടി കൂടുതൽ സ്ട്രെച്ച് വേണം. അപ്പം നമ്മൾ എന്ത് ചെയ്യാൻ പോകണേ, കേബിളിൽ സിംഗിൾ ആം വെച്ചാൽ ചെയ്യാൻ പോണത്. അപ്പം ഇങ്ങനെ വരും. ഈ ലെവലിൽ നിന്ന് ഇത്ര സ്ട്രെച്ച് കൊടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക. ഇവിടുന്ന് നേരെ ആ ടെൻഷൻ കിട്ടുന്ന വരെ കൊണ്ടുപോകും. ഇവിടുന്ന് വീണ്ടും ആ സ്ട്രെച്ച് കൊടുക്കും, ടെൻഷൻ കിട്ടുന്ന വരെ കൊണ്ടുപോകും. കറക്റ്റ് നമുക്ക് ആ റെൽറ്റ് മാത്രം ഫോക്കസ് ചെയ്ത് ചെയ്യാൻ പറ്റും. സോ വെയിറ്റ് അധികം വേണ്ട. അധികം ആൾക്കാരും ഫോക്കസ് ചെയ്യാത്ത പാട്ടാണ് പാട്ടും കൂടി. കാരണം എന്താ വെച്ചാൽ എല്ലാവരും ലാസ്റ്റിക്ക് വെക്കും. പ്രസ്സും അതുപോലെ ഈ ലാറ്ററൈസും എല്ലാം കഴിഞ്ഞ് ടയർഡ് ആയിട്ടാണ് ഫ്രണ്ട് റൈസും എല്ലാം ചെയ്തിട്ട് ലാസ്റ്റ് ആയി പിന്നെ റെൽറ്റും ട്രാപ്സും ചെയ്യണ്ടാവും. അപ്പോൾ അതേ എനർജി ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അത് കാരണമാണ് കൂടുതൽ പേർക്കും എല്ലാ പ്രാവശ്യം വീക്കായി പക്ഷെ നല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാട്ടാണത്. ടോട്ടലി 3D വരണമെങ്കിൽ നമുക്ക് ആ റെൽറ്റ് വേണം. ഞാനിപ്പം കുറച്ച് കളിച്ചത് തുടങ്ങിയ ശേഷമാണ് ഇപ്പം ഈ ലെവൽക്ക് എനിക്ക് സെപ്പറേഷൻ കാണുന്നത്. ആംസിനെ പിടിക്കുന്ന സമയത്ത് ഇത് ഇങ്ങനെയൊക്കെയാണ് നിൽക്കുക, പൊട്ടി നിൽക്കുകയാണ്. അപ്പം ഷോൾഡർ തീരെ ഇല്ല എന്നുള്ള ഒരു ഇത് വരും. അപ്പോൾ ഇവിടുന്ന് ഈ ലെവലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. ഷോൾഡർ ലെവലിൽ ആ ക്യാബ് സെറ്റ് ചെയ്യാം. എന്നിട്ട് ഈ ലെവലിൽ നിന്ന് ഇതുവരെ. അതുപോലെ വേറെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെ വിടണം. ഇങ്ങനെ ഇതാക്കി വെക്കാൻ പാടില്ല, സ്ട്രഗ് ചെയ്ത് വെക്കാൻ പാടില്ല. സ്ട്രഗ് ചെയ്ത് വലിച്ചാൽ പാടില്ല. ഫുള്ള് റിലീസ് ചെയ്ത് വെക്കുക. ആ റിലീസ് ചെയ്ത് വെച്ചിട്ട് അവിടെ നിന്ന് പിന്നെ പുള്ള് ചെയ്യുക. അതേപോലെ തന്നെ റിലീസ് ചെയ്ത് കണ്ണ് വിടുക. 3 പുള്ള് ചെയ്യുക. ഈസി. 4 5 easy, come on. 9 easy. 10 നമ്മളെ ചെറിയ വെയിറ്റാ, 10 കിലോ ഉള്ളൂ. പക്ഷെ ഇങ്ങോട്ട് വരെ പോകണില്ല. അത്രക്കും ഫോക്കസ് കൊടുത്ത് ചെയ്യണ സമയത്ത് നമുക്ക് ചെറിയ വെയിറ്റിലാണ് നമുക്ക് കറക്റ്റ് നമുക്ക് കിട്ടും. അതിന് വേണ്ടി മാത്രം ഫോക്കസ് ചെയ്യാതെ ജസ്റ്റ് ഇങ്ങനെ ചെയ്ത് പോവുകയാണെങ്കിൽ എത്ര റപ്പും പോവും, മസിൽ അറിയില്ല എന്നുള്ളൂ. ഇതിപ്പോൾ നമ്മൾ കറക്റ്റ് ആ ഒരു റെഡ് കറക്റ്റ് സ്ട്രെച്ച് കൊടുത്തിട്ട് എന്നിട്ട് ആ റെഡ് മാത്രം ഉപയോഗിച്ചിട്ടാണ് പുള്ളി ചെയ്യുന്നത്. കണ്ടോ? അപ്പം അത്രയ്ക്ക് നമുക്ക് ആ ഒരു മസിലിൽ മാത്രം ടെൻഷൻ കിട്ടും. ആ മസിൽ മാത്രമേ വർക്ക് ആവുള്ളൂ. പിന്നെ സ്റ്റെബിലിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഏത് വർക്കൗട്ടിലും. ഈ സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് ഇതേപോലത്തെ വർക്കൗട്ടിലും കിട്ടിയില്ലെങ്കിൽ മെഷീനുമ്പോൾ തന്നെ ചെയ്യാം. ഓക്കെ, തുടക്കക്കാർക്ക് എപ്പോഴും മെഷീനാവില്ല പ്രിഫർ ചെയ്യാൻ ബെറ്റർ. സ്റ്റെബിലിറ്റി മസിൽ മാറി വർക്കൗട്ട് ചെയ്യുന്ന ഒരു പ്രശ്നം വരില്ല. അത് ഫോം തെറ്റേണ്ട ഒരു പ്രശ്നം വരില്ലല്ലോ. കമോൺ, ഈസി. 9 ഈസി. 1 മോർ. നമ്മൾ ഈ സിംഗിളായിട്ട് ചെയ്യുമ്പോഴേ നമ്മൾ ഒരു സൈഡ് ചെയ്ത് അതേ റപ്പിൽ ചെയ്യണ്ടേ? റപ്പല്ല, ഫെയിലറാ. നേരത്തെ പറഞ്ഞല്ലോ മസിൽ ഇംബാലൻസ് ഉണ്ടാവും. ഒന്ന് സ്ട്രെങ്ത് കൂടുതലും സ്ട്രെങ്ത് കുറവുണ്ട്. അതാണ് ചോദിച്ചത്. അതായത് ഇതിലിപ്പോൾ എനിക്ക് 10 റപ്പ് പോയി കഴിഞ്ഞാൽ ഇത് എനിക്ക് 12 15 പോകുന്നുണ്ടെങ്കിൽ ഞാൻ 10 ചെയ്യല്ലേ ബെറ്റർ, 15 ചെയ്യേ. അപ്പോൾ ഇത് പിന്നെയും ഇപ്പോൾ ഇത് സ്ട്രെങ്ത് ആയതുകൊണ്ടല്ലേ ഇതിൽ കൂടുതൽ റപ്പ് പോണത്. ഇതിനെന്താ വേണ്ടി? മസിൽ ബിൽഡിങ് എന്താ വേണ്ടി? ഫെയിലർ ചൂസ് ചെയ്യാ. ഹിറ്റ് ആവാന്ന് കഴിഞ്ഞാൽ അതല്ല, എനിക്കിപ്പോ ഇതില് 15 റെപ്പിറ്റേഷൻ പോകുന്നുണ്ട്, ഇതില് 10 പോണുള്ളൂ. ഇത് വീക്ക് ആയതുകൊണ്ടല്ലേ റപ്പ് കുറഞ്ഞു വരുന്നത്. അപ്പൊ നമ്മള് വീക്ക് സൈഡ് വെച്ചിട്ടല്ല തുടങ്ങുക. ഇതിൽ എനിക്ക് 10 റപ്പ് കിട്ടി. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇതിൽ 15 കിട്ടുന്നുണ്ടെങ്കിലും ഞാൻ ഫുള്ള് 15 അടിച്ചു കഴിഞ്ഞാൽ ഇത് പിന്നെ സ്ട്രെങ്ത് ആയിക്കൊണ്ടിരിക്കില്ല. അപ്പൊ പിന്നെയും ബാലൻസ് കുറയല്ലേ ചെയ്യാ. പക്ഷെ അത് വീടുകയല്ല, ഫെയിലർ ചെയ്യണം. ഫസ്റ്റ് വീക്ക് സൈഡ് തന്നെ തുടങ്ങല്ലേ. ലെഫ്റ്റിക്ക് ഇതിൽ അവിടെ പിടിക്കണ്ട. ഓക്കെ, ആ വലിവ് കിട്ടണമെങ്കിൽ ആ വലിവ് കിട്ടിയിട്ട് കൈ ഫ്രണ്ടിൽ കിട്ടിട്ട് തന്നെ നമ്മളിങ്ങനെ ഈ ഫ്ലോർ ഇങ്ങനെ തുടക്കണ പോലെ അങ്ങനെ പോവാ. ആ ഫുള്ള് പോകേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ആ ടെൻഷൻ കിട്ടുന്ന വരെ പോയാൽ മതി. ഓക്കെ, ഓട്ടെ. 2 ഓക്കെ, 3 4 5 6 7 8 9 10. അവിടെ ഗ്യാപ്പ് ഉണ്ടല്ലോ ഇതില്, ഇവിടെ ഈ ഭാഗത്തോ ബെൽറ്റിന്റെ. 3 40 ഒന്നുകൂടി. ഓക്കെ, ആ ഫെയിലർ കിട്ടണം. പ്രോപ്പറായി വാംപ് ചെയ്തുകൊണ്ടാണ് ഫസ്റ്റ് ഇതാക്കുന്നത്. പ്രോപ്പർ വാംപ് ചെയ്തില്ലെങ്കിൽ ചിലപ്പം ഫസ്റ്റ് സെറ്റ് എന്ത് ചെയ്യുക, ചെറിയൊരു 10 സ്റ്റോപ്പ് ചെയ്യുക. അതായത് അത്രക്ക് ഇതാക്കാതെ കുറച്ചും കിട്ടുക. ഇനി ചെരിഞ്ഞ് നിൽക്കും കേട്ടോ.
ഇങ്ങോട്ടോ? ഇങ്ങോട്ട് 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 കഴിഞ്ഞിട്ട് ആ കൈ ഫ്രണ്ടിൽ വരണം. ഇതിലല്ലേ? ഇങ്ങോട്ടെ. ഓക്കെ അല്ലേ? ആ ഓക്കെ. 1 2 3 4 പോട്ടെ അങ്ങോട്ട്. ആ ഈ സ്ട്രെച്ച് കിട്ടണം അല്ലേ? 5 അയ്യോ 6 7 അതിലുണ്ട് ഗ്യാപ്പ്. 8 9 ഈ റേഞ്ച് മോശം എനിക്ക് കിട്ടില്ല. ഏത്? എൻ്റെ ഇവിടുന്ന് ഇത് നോർമലി കിട്ടുന്ന ഇത് കാണാല് ഇത് ചെയ്യണ സമയത്ത് ഇത് ഈ റേഞ്ച് മോശം കിട്ടുന്നുള്ളൂ. ഈ റേഞ്ച് മോശം കിട്ടില്ല. ഫ്രണ്ടിലുള്ള ഈ ഒരു ഇതല്ലേ? ആ അതിന്റെ ഗ്യാപ്പാണത്. ഗ്യാപ്പാണ്. ആ മറ്റേ 15 കിട്ടിയാണ് എനിക്ക്. ഇതിനാണ് കുറവ് കിട്ടിയത്. എൻ്റെ വലത് സൈഡ് അതുകൊണ്ട് റൈറ്റ് സൈഡാണ് വീക്ക് ആണ് അല്ലേ? അല്ലേ? വാമപ്പ് ചെയ്യുമ്പോഴും നേരെ ഓപ്പോസിറ്റ് ആണ്. എപ്പോഴും അതേപോലെ കൂടുതൽ റബ്സ് കിട്ടിയത്. എല്ലാവർക്കും സാധാരണ തിരിച്ചുണ്ടാവില്ല. ഇടത് സൈഡ് വീക്കും വലത് സൈഡ് നേരെ തിരിച്ചാ. ഞാൻ പറയാൻ പറ്റില്ല അല്ലേ? ഇപ്പം മറ്റേ കൂടുതൽ ഫോഴ്സ് കൊടുത്തോണ്ടേ കാരണമെങ്കിൽ അത് സ്ട്രോങ് ആയത്. 1 2 3 easy 6 7 easy 8 good 9 10 easy come on one more yes പീസ് എടുക്കണ്ട. നോക്കി നോക്കണോ? അടുത്ത സെറ്റും കൂടി കഴിഞ്ഞിട്ട് പമ്പ് നോക്കല്ലേ? പമ്പായി വസള പോയി. വസ്ത്ര ഇവിടുത്തെ ഭാഷയാണ്. നമ്മള് അത് രണ്ടാളും മലപ്പുറത്തേരായതുകൊണ്ട് രണ്ടാൾക്കും അങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നില്ല. വഷളാവും. എത്രയായി? 4 easy 5 6 7 easy 8 good 4 more 9 10 മസിലിന്റെ ഫോക്കസ് പോകുന്നുണ്ട് ബാക്കൊക്കെ വരുന്നുണ്ട്. easy 2 more easy good last one ബസ് കിട്ടിയാണ് നേരത്തെ കിട്ടിയാണ്. നമ്മൾ ഇടതിലല്ലേ തുടങ്ങി? ഓക്കെ 1 ഫ്രണ്ടിൽ കിട്ടോ. ഈ സ്ട്രെച്ച് ആ സ്ട്രെച്ച് കളിക്കുക. ചെറിയ ബെൻഡിൽ വെച്ചിട്ടോ. 3 4 ബിഗിനേഴ്സിന് ഇത് ഫസ്റ്റ് ചെയ്യണ സമയത്ത് ബാലൻസ് കിട്ടൂല. അപ്പോൾ ഓരെന്ത് ചെയ്യുക? മെഷീൻ തന്നെ ചെയ്യാം. ഇവിടെ തന്നെ പോട്ടെ. ഓക്കെ. പിന്നെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയൊരു സംഭവമുണ്ട്. ഈ ബെഞ്ച് വെക്കുക. അതിങ്ങനെ വെച്ചിട്ട് എന്ത് ചെയ്യുക? ഇതിന് ഇരുന്നാണ്ട് ഇതിലേന്ന് പിടിച്ചാണ്ട് ചെയ്യാൻ പറ്റും. ബാലൻസിന് ഇഷ്യൂ ഇല്ല. ഹൈറ്റ് കുറച്ചിടാം നമുക്ക്. ഇതിലേക്ക് വെച്ച് കേബിളിലേക്ക് വെച്ചിട്ട് ചെയ്താൽ മതി. നമ്മൾ നിൽക്കണ സമയത്താണ് നമുക്ക് ബാലൻസ് കിട്ടാത്തത്. ഇരുന്ന് നമുക്ക് ഒരിക്കലും ആവശ്യം വരില്ല. നമുക്കൊരു അഡ്വാൻറ്റേജ് ഉള്ളത് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന ടൈമിൽ ആൾക്കാരില്ല. അല്ലാത്ത ടൈമിൽ ഈ ഫങ്ഷണൽ മെഷീന് മൾട്ടി ഫങ്ഷൻ മെഷീനിൽ കിട്ടൂല. തിരക്കേക്കാറ് ഈ പറഞ്ഞ സർക്കസ് കളിക്കാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടൂല. ഈവനിങ് ചെയ്യണവർക്കും മോർണിംഗ് ആ തിരക്കിൽ ചെയ്യണവർക്കും കഴിയില്ല. ഒരു കാരണവശാലും മെഷീൻ കിട്ടും എനിക്ക് തോന്നുന്നില്ല. നമ്മൾ ചെയ്താലേ മസിൽ വരുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞത് ചെയ്താലേ മസിൽ വരുള്ളൂ എന്നൊന്നുമില്ല. പക്ഷെ ഫ്രണ്ട് അങ്ങോട്ട് പോട്ടെ. ശരി കോട്ടെ. ഓക്കെ 1 കൈ ഓക്കെ അല്ല 2 8 9 10 ഗ്യാപ്പ് കുറേ ഫില്ല് ആയിട്ടുണ്ട്. പോകണ്ട. 2 അവിടെ ചാണ്ട് കൊടുക്ക്. അങ്ങോട്ട് പോട്ടെ. ഓക്കെ. ലാസ്റ്റിക്ക് ഇവിടുന്ന് എല്ലാം ആക്കണ്ടേ? ഇവിടുന്ന് സ്ട്രെച്ചിൽ പമ്പേക്ക് ചെയ്ത് നോക്കല്ലേ? ഇതൊക്കെ ഈ സാധനം ഇതാപ്പം കളിച്ച് ഉണ്ടെങ്കിൽ
ഈ ഒരു ഭാഗം ആ ഒരു ഭാഗം ഉണ്ടാവും കാണിക്കണ്ടല്ലോ വേറെ കാണിക്കണ്ട്. ഈ കഴിയുമ്പോ വേറെ വേറെ അറിയുന്നുണ്ട്. നമുക്ക് കിട്ടാത്തൊരു മൊമെന്റ് നമുക്ക് കിട്ടുമ്പോൾ ആ മസിൽ വേറെ അറിയും ഉണ്ടാവും. ഇതിപ്പോൾ നമ്മൾ ലാസ്റ്റ് കൊടുക്കണമെങ്കിൽ അപ്പോൾ ടയർഡായി ഈ ഒരു ഫോക്കസ് ഒന്നും കൊടുക്കൂല നമ്മൾ. നമുക്ക് പിന്നെ ഫ്രണ്ട് ഓൾറെഡി എൻ്റെ നല്ല സ്ട്രോങ് ആണ്ടാവും. ഫ്രണ്ട് സൈഡ് എൻ്റെ നല്ല സ്ട്രോങ് ആണ്. അതുകൊണ്ട് എനിക്ക് ഇതാണ് എനിക്ക് മെയിൻ ഫോക്കസ് ചെയ്യേണ്ടത്. ഈ സൈഡ് ചെസ്റ്റ് പിടിക്കുന്ന സമയത്തും അതുപോലെ തന്നെ ഒക്കെ പിടിക്കുമ്പോഴും ഇതാണ് വരാം. ഒരു സെറ്റും കൂടി ചെയ്യാം. ഒരു സെറ്റും കൂടി ഉണ്ട്. ഓടി കഴിഞ്ഞാൽ ഈ വർക്കൗട്ട് കഴിഞ്ഞു. ഫ്രണ്ട് ആ സൈഡ് അടുത്ത് ചെയ്യുക, ഫസ്റ്റ് സൈഡ് ചെയ്യാം. അടുത്ത നമ്മൾ എന്ത് ചെയ്യും, സൈഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത് തീർത്തിട്ട് അടുത്ത വർക്കൗട്ടിൽ കാണാം. ഓക്കെ, ഇങ്ങനെ പോവും, താഴത്ത് പോവും. ഇനി താഴത്തുനിന്ന് എയർ എടുത്തിട്ട് ഇങ്ങോട്ടിന് പോകും. അപ്പോൾ കുറച്ചുകൂടി കിട്ടും. ഇപ്പം നോർമലി ഇവിടുന്ന് നമ്മൾ അധികം കിട്ടില്ല. പക്ഷെ താഴത്തുനിന്ന് ഉണ്ടോ ഒന്നും താഴത്തേക്ക് കിട്ടും. ഉണ്ടോ വേണ്ട കൊളത്ത് ചെയ്യലുണ്ടാവില്ല ചെയ്യാൻ വേണ്ടി. ചെയ്യാതെ നിൽക്കുമ്പോൾ നമുക്ക് കിട്ടില്ല. പക്ഷെ ഡെയിലി ഇങ്ങനെ ചെയ്താണ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നല്ലോണം കിട്ടും. ഞാൻ ഇതേപോലെ ചെറുപ്പത്തിലേക്ക് ഫുൾ ടൈം ഇത് കാട്ടിന്. വാക്യൂമും അതേപോലെ തന്നെ വേറെ സംഭവം ഉണ്ട്. ഇവിടുന്ന് ഇങ്ങനെ കാട്ടും. പക്ഷെ പിന്നെ ഞാൻ വലുതായപ്പോൾ പിന്നെ അത് ചെയ്യാതായി, ടച്ച് വിട്ടു. ആടാ അങ്ങനെ അത് ചെയ്ത് നീ നേരെ അങ്ങനാണ്ട് ഇങ്ങനെ കയറാം. പക്ഷെ താഴ്ത്തിട്ട് ഒന്ന് കുഞ്ഞിട്ട് പിന്നെന്ത് ചെയ്യാം, അപ്പോൾ കറക്റ്റ് നമുക്ക് ഒന്നുകൂടി അകത്തേക്ക് ഫീൽ ചെയ്യും. കുറച്ച് സിമ്പിളാവും. സോ അടുത്ത വർക്കൗട്ട് സൈഡിലിട്ടാണ് ചെയ്യണത്. സൈഡിലിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോണത് ലാറ്ററൽ റൈസ്. ലാറ്ററൽ റൈസ് നമുക്ക് ക്യാബിളിലും ചെയ്യാം, ഡബിളിലും ചെയ്യാം. അതുപോലെ മെഷീൻസ് ഒക്കെ ഉണ്ടാകും അതിൻ്റെ. നമ്മളിന്ന് ഇപ്പം 2 മൂവ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഇന്ന് ഷോൾഡർ മാത്രമായതുകൊണ്ട് 2 മൂവ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. രണ്ടിൻ്റെയും അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സോ ഫസ്റ്റ് ക്യാബിളിൽ ചെയ്യണം. മറ്റേ എന്ത് ചെയ്യുക, ഒരു ഹിപ്പ് ലെവലിൽ ക്യാബിൾ സെറ്റ് ചെയ്യുക. ഹിപ്പ് ലെവലിൽ എന്നിട്ട് ഇതിൻ്റെ അടുത്ത് നിന്ന് മാറി നിൽക്കുക. പിടിക്കാൻ പറ്റണമെങ്കിൽ പിടിക്കുക. ഇതിപ്പം അത്യാവശ്യം വലിപ്പമുണ്ട് ഇത് കണ്ടോ. അതുകൊണ്ട് എന്ത് ചെയ്യാം, അതുകൊണ്ട് നമുക്ക് കുറച്ച് വിട്ട് നിൽക്കേണ്ടി. അത് പിടിക്കാൻ നമുക്ക് കഴിയില്ല. കുറച്ച് വിട്ട് നിൽക്കുക. ഇവിടുന്ന് അതുകൊണ്ടോ ഫുൾ സ്ട്രെച്ച് കിട്ടും നമുക്ക്. ഫുൾ സ്ട്രെച്ച് കിട്ടിയ ശേഷം ഇവിടുന്ന് എന്ത് ചെയ്യുക, നേരെ സൈഡിലേക്ക് വലിക്കുക. ഹോൾഡ് ചെയ്യുക, മെല്ലെ താഴ്ത്തുക. 2 3 ഇതിൽ കൈ ജസ്റ്റ് ഹുക്കായിട്ട് യൂസ് ചെയ്യണുള്ളൂ. നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യണത് എൽബോ. ഈ എൽബോ ഫോക്കസ് ചെയ്യാം. എൽബോ പൊക്കാൻ വേണ്ടി നോക്കുക. കൈ ജസ്റ്റ് ഹുക്കായിട്ട് ഇങ്ങനെ വെക്കുക. അത് പിടുത്തം മാത്രം. കുറെ പേര് എന്താ ചെയ്യും, കൈ കൊണ്ട് പൊക്കാൻ വേണ്ടി ഇങ്ങനെ നോക്കാം. ഇത് പാടില്ല. ഇത് ജസ്റ്റ് ഹുക്കായി യൂസ് ചെയ്തിട്ട് എൽബോ മാത്രം ഹുക്കുക. ഇവിടുന്ന് ഇങ്ങോട്ട് ഫോഴ്സ് കൊടുക്കല. ലാസ്റ്റ് ആക്കണം. ഈ റെപ്സ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ പാടുള്ളൂ. ഇവിടുന്ന് ഇങ്ങനെ ആക്കിയിട്ടല്ല സ്റ്റോപ്പ് ചെയ്യണ്ടേ. ഇവിടുന്ന് ആ ഒരു ഹാഫ് റെപ്സ് അടിച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യാം. ഇതിൽ വെയിറ്റ് അധികം വേണ്ട, ചെറിയ വെയിറ്റിൽ തന്നെ. പക്ഷെ വെയിറ്റ് നമ്മൾ ഗ്രാജുവലി കൂട്ടി കൊണ്ടുവരണം. എത്ര പോയി? 5 8 come on 6 7 8 9 easy 10 easy 1 2 3. ഇത് വേറെ സംഭവം ഉണ്ട്. നമ്മൾ ഇങ്ങനെ ചെയ്യും താഴത്ത്. അതേപോലെ തന്നെ ഇങ്ങനെ ചെയ്യും. ഒക്കത്തിനും വേറെ ഫോക്കസാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഗുണമുണ്ടോ, കൂടുതൽ സ്ട്രെച്ച് കിട്ടുന്നുണ്ട്. ഇങ്ങനെ ചെയ്യാൻ പറ്റി കുറച്ചും റേഞ്ച് ഓഫ് മോഷൻ കൂടിക്കാണ്ട് നമുക്ക് മേലേക്കുള്ള മോശം കൂടും. ഇതിൽ നമ്മൾ ഈ സ്ട്രെച്ച് കിട്ടുക ഒക്കെ മിക്സ് ചെയ്താണ് ചെയ്യലുണ്ട്. ഞാൻ വീക്ക് ഓരോ സമയത്ത് നമുക്ക് ഇപ്പോൾ ബാക്കി വർക്കൗട്ട് വെച്ചാണ്. ഇതിപ്പോൾ നമ്മൾ ഇത് ചെയ്തുകൊണ്ട് എനിക്ക് അത്യാവശ്യം നല്ലലേക്ക് ഇവിടെ കയറി കിട്ടിയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ചെയ്യണത്. നോർമലി നിന്നാണ്ട് ഇത് ചെയ്യണത്. ഈ സൈഡ് ഡെൽറ്റ് മാത്രം ഫോക്കസ് ചെയ്യാണ്ട്. ഇതിപ്പോൾ നമ്മൾ മെയിനായിട്ട് സൈഡ് ഡെൽറ്റ് മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ള. ഇതിൽ ഈ സ്റ്റാൻഡല്ലേ, ആ സ്റ്റാൻഡിൽ നിൽക്കുക. കൈ ഫീൽ ചെയ്യും, ഇവിടെ സ്ട്രെച്ച് ഫീൽ ചെയ്യും. ഓക്കെ, ഇങ്ങോട്ടെ ഇനി എൽബോ സൈഡിലേക്ക് വെക്കുക, നേരെ സൈഡിലേക്ക്. ഓക്കെ, ഈ ഷോൾഡർ ഇങ്ങനെ ഷ്രഗ് ചെയ്യണ്ട, താഴ്ച വെച്ചിട്ട് തന്നെ വെക്കുക. വാ 2 ക്ലോസ് ആയി കൊണ്ടുപോവാ. ബോഡി ക്ലോസ് ഫ്രണ്ട് പോയിക്കോ. ഇങ്ങോട്ടെ
യെസ് 3 ആ ഇവിടെ 4 ആ 5 ആ 6 ആ ഇങ്ങോട്ട് 7 ആ 8 9 ഓക്കെ ഓക്കെ കയറിക്കുക. മാക്സിമം ശരിക്കുന്നു. ടച്ച് ചെയ്യാൻ പാടില്ല. ടച്ച് ചെയ്യാത്ത രീതിക്ക് ടച്ച് ചെയ്യാത്ത രീതിക്ക് മാക്സിമം ഇങ്ങോട്ട് സൈഡിലേക്ക് നിൽക്കുക. ആ ഇങ്ങനെ തന്നെ അല്ലേ എൽബോ വരിക? ഇങ്ങനെ വരും. ഇനി എൽബോ നേരെ സൈഡിലേക്ക് നോക്ക്. ഇതിൽ ഓക്കെ. സ്ട്രക്ക് ആവുന്നുണ്ടോ മൂവ്മെൻറ്റ്? ഷ്രഗ് ചെറിയ ഷ്രഗ് വന്നാൽ കുഴപ്പമില്ല. ഓവറായിട്ട് ഷ്രഗ് ചെയ്യുമ്പോഴാണ് പ്രോബ്ലം. ഈ ചെറിയ ഷ്രഗ് വന്നാൽ നമുക്ക് സൈഡായിട്ടും കിട്ടും. പക്ഷെ ഓവറായി ഷ്രഗ് വന്നു കഴിഞ്ഞാൽ പെയിൻ വരുന്ന അതിൻ്റെ ഒരു ഇവിടെ ശരിയല്ലോ ഉള്ളിൽ. ആ പെയിൻ വേണ്ടി സ്റ്റോപ്പ് ചെയ്യട്ടോ. ഇല്ല കുഴപ്പമില്ല. ഇതിൽ തന്നെ അല്ലേ മൂവ്മെൻറ്റ് ഓക്കെ ആണോ? ഒന്ന് ആ എൽബോ ഒന്ന് സൈഡിലേക്ക് വരണം. ആ ഓക്കെ മതി മതി മതി. ഇത് നമ്മൾ ആ 2 സെറ്റ് ചെയ്യണുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡംബൽ കൂടി ചെയ്യാണ്ട്. ആ ഡംബൽ ചെയ്യുമ്പോൾ ശരിക്കും കിട്ടും. ഇതിപ്പോൾ നമ്മൾ മാറി മാറി ചെയ്ത് നോക്കണം. ഏത് ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ മറ്റേ കംപ്ലീറ്റ് ചെയ്തിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് ഇതിൽ നമുക്ക് ഫുൾ ടൈം നമുക്ക് റെസിസ്റ്റൻസ് കിട്ടും. അപ്പം ഇവിടുന്ന് നമ്മൾ സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ നമുക്ക് പമ്പയക്കണം. ഇത് ജസ്റ്റ് ആ ഒരു മെയിൻ പേർപ്പസ് അതാണ്. മറ്റേ നമ്മൾ പമ്പും കൂടെ പമ്പാവും ഏത് ഡംബൽ ചെയ്യുമ്പോൾ. അതിൽ നമ്മൾ ഡ്രോപ്പ് കൊണ്ട് ചെയ്യും. ഡ്രോപ്പ് സെറ്റ് ചെയ്യാം. അതിൽ ചെയ്യും. ഡംബലിൽ ചെയ്യുമ്പോൾ ഡ്രോപ്പ് സെറ്റ് കൊണ്ട് ചെയ്യും. Easy. 1, come on. 2, 3, 2 more. ഓ പമ്പായി. ജിമ്മിന് എനിക്ക് ഇഷ്ടമായിട്ടോ. ഇവിടുത്തെ ഈ ജിമ്മിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ലൈറ്റിങ്ങാണ്. വീഡിയോക്ക് പറ്റിയ നല്ലൊരു സെറ്റപ്പാണ്. കാര്യം മഞ്ചേരി വ്ലോഗ് എടുക്കാൻ പറ്റിയ ഇത് കച്ചേരിപ്പടി മഞ്ചേരി ടൗൺ അല്ലത്. മഞ്ചേരി ടൗണിൽ ബിയോണ്ട് ഫിറ്റ്നസ് അല്ലേ? ബിയോണ്ട് ഫിറ്റ്നസ്. നിങ്ങൾ ഇവിടെ തന്നെ മെയിനായിട്ട് വർക്കൗട്ട് ചെയ്യല്ലേ? ഞാൻ കാരണം ഉച്ചക്ക് വർക്കണ 2 ജിമ്മാണ് ഇവിടെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഷോപ്പിനടുത്തും കംഫർട്ടും ഒക്കെ ജിമ്മാണ്. അപ്പോൾ നേരെ ക്ലോസ് നമുക്ക് ക്ലോസ് ചെയ്ത് പോവാ. 1, 2, 3, 4, 5, 6, 7. Easy. 8. Momentum on. Easy. 9. Come on. Easy. 10. Easy. 5 more. 5, 4, 3, 2, 1. എനിക്ക് ശരിക്കും ഫോക്കസ് ചെയ്യേണ്ടത് എന്താ പറയുക, എനിക്ക് ഫ്രണ്ട് ഭാഗം. കാരണം എന്താ അറിയോ, ഞാൻ കുറേ കാലം പുഷ് പുള്ളൊക്കെ ചെയ്ത് ആ പുഷ് പുള്ളൊക്കെ ചെയ്യണ സമയത്ത് നമ്മൾ ഈ ചെസ്റ്റിന് ഇത് ചെയ്യുമ്പോൾ തന്നെ ഫ്രണ്ട് പമ്പാവും. അപ്പോൾ പിന്നെ നമുക്ക് പിന്നെ ചെയ്യൂല, ഈ പ്രസ്സൊന്നും ചെയ്യാൻ നിൽക്കില്ല. ചിലപ്പോൾ ടൈമും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഷോൾഡറിന് മാത്രം ഒരു ദിവസമായി ഇപ്പം മാറ്റി മാറ്റിയാണ്. അതിലെന്ത് ചെയ്യും, ഫ്രണ്ടിൻ്റെ സൈഡ് നല്ല ഫ്രണ്ടും റയറും നല്ല രീതിക്ക് ഫോക്കസ് ചെയ്യും. എൻ്റെ ആ ഭാഗം എൻ്റെ ഫ്രണ്ട് ഓക്കെയാണ്, നല്ല ഡോമിനൻ്റ് ആയി നിൽക്കുന്നുണ്ട്. വെയിൻസിൻ്റെ ആണെങ്കിലും ഈ പാട്ടല്ലേ പറഞ്ഞത്, ഇതുണ്ടോ സെപ്പറേറ്റ് നിൽക്കണുണ്ടോ ഈ ഒരു പാട്ട്. നമ്മളെ സൈഡ് ഡെൽറ്റ് നിന്ന് മാറിയിട്ടുള്ള അപ്പർ ചെസ്റ്റിൽ നന്നായിട്ട് അപ്പർ ചെസ്റ്റ് നല്ല രീതിക്ക് ഫോക്കസ് ആണ്. കൂടുതൽ പേർക്ക് വീക്ക് വരുന്ന പാട്ടാണ് അപ്പർ ചെസ്റ്റ് ആണ്. അത് ഫോക്കസിലായിട്ട് വന്നാൽ മതി. നമ്മൾ ചെയ്യണം പ്രോപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. അത് കിട്ടിക്കഴിഞ്ഞാൽ സെറ്റാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ഗ്രോ ആവും. ഇത് രണ്ടാമത്തെ സെറ്റ് അത് നമുക്ക് മറ്റേ ഡമ്പൽ നമുക്ക് പോവാം. ഇതിലല്ലേ പറഞ്ഞ ഓക്കെ. 1, 2, 3 ഉണ്ടാവും. ഫുൾ ടൈം ആ ടെൻഷൻ ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് റിട്ടേൺ തിരിച്ചു പോകുമ്പോഴും റെസിസ്റ്റൻസ് ഉണ്ട്. ഫ്രീ ആയി. അപ്പോൾ ഈ സെറ്റ് കൂടി വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, നേരെ ഡമ്പൽ നമുക്ക് പോവാം. സോ അടുത്ത വർക്കൗട്ട് ലാറ്ററൽ റൈസ് ഡമ്പലാണ് ചെയ്യണത്. ഇരുന്നിട്ട് ഓക്കെ, നിന്ന് കാണ്ട് വലിയ വെയിറ്റ് എടുക്കാൻ നമുക്ക് കഴിയും.
സ്റ്റെബിലിറ്റി പ്രശ്നം, സ്റ്റെബിലിറ്റി ഇഷ്യൂസ് കാരണം വരും, മൊമെൻറ്റം യൂസ് ചെയ്യും. പക്ഷെ ഇരുന്ന് കണ്ടാകുമ്പോൾ നമുക്ക് ആ ഇഷ്യൂസ് ഒന്നുമില്ല, കറക്റ്റ് നമുക്ക് ആ സൈഡിൽ ഫോക്കസ് ചെയ്യാൻ പറ്റും. അതായത് ചെറിയ വെയിറ്റ് എടുത്താൽ മതിയാവും. ചെറിയ വെയിറ്റിൽ ഞാൻ മാക്സിമം ഇൻറ്റൻസിറ്റി കൂട്ടുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പം 5 kg സ്റ്റാർട്ട് ചെയ്യാണ്. 2 3 4 5 6 7 8 9 10 11 12 13 14 ഈസി ലാസ്റ്റ് 15. പോവാ 15 അടിച്ചപ്പോൾ 5 സെക്കൻഡ് റെസ്റ്റ് എടുക്കുക, വീണ്ടും അടിക്കുക. 1 2 3 4 5 6 come on 7 8 easy 9 ഇനി 10 സെക്കൻഡ് റെസ്റ്റ് എടുക്കുക. 1 2 ഇനി എത്ര റെപ്പാ? 3 4 5 6 7 8 9 10. റെപ്പിന് കണക്കില്ല, മാക്സിമം. അത് ചെയ്യണ വേണ്ടി കാണാം. പിങ്കി പൊക്കുക, പിങ്കീസ് പൊക്കിയിട്ട് ഡംബിൾ ഫ്രണ്ടിലേക്ക് വരും, എൽബോസ് നേരെ നമ്മുടെ സൈഡിലും വരും. ഈസി 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 ഗുഡ് 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 5 more 4 3 2 നല്ലേക്ക് കയറും, സൈഡിൽ നല്ലോണം കയറും. നമുക്ക് ഷോർട്ട് ബൈസെപ്സ് അല്ലേ നിൽക്കോ? നല്ലോണം അതാ ഈ ഒരു പോസിൽ നമുക്ക് വേറെ മനസ്സിലാവും. ശരിയാണ്, ഞാൻ അങ്ങനെ പിടിച്ച സമയത്ത് നല്ലേക്ക് വേറെ ഇന്ത്യ ലോങ് ആണ്. അല്ല എൻ്റെ ലോങ് അല്ല, എൻ്റെ ഷോർട്ട് ബൈസെപ്സാ. ഗ്യാപ്പ് നോക്ക്, അങ്ങനെ നോക്കാറിയോ? ഈ ഗ്യാപ്പ് നോക്കും, പിടിക്കുക. ഈ ഗ്യാപ്പ് അത്ര ഉണ്ട് നോക്കാം, രണ്ട് വല്ല ഗ്യാപ്പ് ഉണ്ട്. ഈ ഒരു വല്ല ഗ്യാപ്പൊക്കെ ആണ് ഈ ലോങ് ബൈസെപ്സ് ഉണ്ടാവുക, ആ വരെ ഉണ്ടാവും. പിന്നെ നോക്ക്, 2 തന്നെ ഉള്ളൂ, 2 വരെ ഉള്ളൂ. എൻ്റെ ബൈസെപ്സ് നല്ല വീക്കായിട്ടുള്ള പാർട്ടാണ്. ഫില്ലാവാണ്ട് അത്രേ ഉള്ളൂ. ട്രൈസെപ്സും ഫില്ലാവാണ്ട്. ഈ ബാക്ക് ഭാഗം ട്രൈസ് ഉണ്ടോ? ലോങ് ഹെഡ് ഫില്ലാവാണ്ട്. കാല് ഫ്രണ്ടിലോ ചേർത്ത് വെക്കുക, കാല് ഫ്രണ്ട് ചേർത്ത് വെക്കുക. ഇതില് ഞാൻ സൈഡിലേക്ക് പൊക്കണ സമയത്ത് കേറിയിരിക്കുക, പിങ്കീസ് പൊക്കിയിട്ട് എൽബോസ് നേരെ പൊക്കാൻ നോക്കുക. ഡംബിൾ ചെറുതായിട്ട് ഫ്രണ്ടിലേക്ക് വരും. ഇതിപ്പോ കേറിയിരിക്കണോ? ഫ്രണ്ടിലേക്ക് ഇരുന്നോ? ഇതിലല്ലേ? ചെസ്റ്റ് അപ്പ് ചെയ്തിരിക്കുക. ചെസ്റ്റ് അപ്പ് ചെയ്താണ്ട് നേരെ ചെയ്യിക്കുക. 1 2 ഫസ്റ്റ് ഒന്നും ചെയ്യാൻ അറിയോ? ഇവിടെ തന്നെ പോയിക്കോട്ടെ, ഫുള്ള് താത്തണ്ട. ലാസ്റ്റിക്ക് മാത്രമേ നമുക്ക് ചെറിയ മൂവ്മെൻറ്റ് ആവശ്യം വരും. അപ്പം എന്താ ചെയ്യാൻ മതി, ഫുള്ള് താത്തിയാൽ മതി കേട്ടോ. 4 5 6 7 8 9 10 11 12 13 14 15. നെക്സ്റ്റ് എടുക്ക്. 1 2 3 4 5. ഇവിടെ 1 2 3 4 5 6 7 8 9 10 11 12. ഓക്കെ. 2 3 4 5 6 7 8 9 10. വർഷം ചെറിയ മൊമെൻറ്റ് യൂസ് ചെയ്തോ. ഫുൾ താഴത്തേക്ക് പോവുക, ഇനി പോങ്ങട്ടെ. 1 2 3 4 5 6 7 8 9 ഇവിടെ 10 11. മതി. അയ്യോ ഓക്കെ, ഞാൻ അടുത്ത വെയിറ്റ് കൂട്ടാം. ഇവിടെ ഇവിടെ കണ്ടോ കണ്ടോ തള്ളി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മെയിനായിട്ട് സൈഡ് ബാക്കിയുള്ള പോസ് നോക്കുമ്പോൾ ഫ്രണ്ടും ടയറും വേണം. ഈ വിടുത്ത് ഓക്കെ സൈഡ് കാരണമാണ്. ഇപ്പോൾ ഈ ഫ്രണ്ട് നോക്കുമ്പോൾ നമുക്ക് ആ വിടുത്ത് തരുന്നത്. പക്ഷേ ഇങ്ങനെ നമ്മൾ ഈ നിൽക്കുമ്പോഴും അതേപോലെ തന്നെ വേറെ പോസ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ഈ റയറും ഫ്രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കാണിക്കുള്ളൂ. സോ ലാസ്റ്റ് സെറ്റാണ്, 2ാം സെറ്റ്. സാധാരണ 5 എടുക്കുള്ളൂ, ഇപ്പം 7 എടുക്കുന്നുണ്ട്. കാരണം വെയിറ്റ് കൂടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഫോക്കസ് പോകും. ആ ഒരു മസിലിന് ആ മൈൻഡ് മസിൽ കണക്ഷൻ ഉണ്ടല്ലോ, അത് ചിലപ്പം പോകും. അത് പോവാതെ ചെയ്യണമെങ്കിൽ ഇതേപോലെ പറ്റുന്ന വെയിറ്റ് എടുക്കാൻ പാടുള്ളൂ.
Moderate weight. Try. 7. Easy. 8. 8. Come on. 9. 9. 10. 10. Easy. 1. 11. 2. 2. 3 more. 3. 2. 1. Pass. 2. 2. 3. 4. 5. Come on. Easy. 1. 2. Back go ahead. 3. 4. Good. Easy. 5. 5 more. 6. 7. Easy. 8. 9. Easy. 1 more. 7. 8. 9. Easy. Last. Come on. Easy. 10 more. 1. 2. 3. 4. Easy. 5. 5 more. Easy. 4. 3. 3. 2. Last one. Yes. Good. ഡ്രോപ്പ് സെറ്റ് എങ്ങനെ മെത്തേഡ് ഉണ്ട്. പിന്നെ രണ്ടാമത്തെ മെത്തേഡ് ആണിത്. വലിയ വെയിറ്റിൽ സ്റ്റാർട്ട് ചെയ്യുക, പിന്നെ വെയിറ്റ് കുറച്ച് പോവുക. അതായത് 7.5 എടുക്കുക, 5 എടുക്കുക, 2.5 എടുക്കുക. ഈ നോർമലി കൈ പോലും പൊക്കാൻ കഴിയാതെ ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്യുക. ഇത് നമ്മൾ ചെറിയ ഗ്യാപ്പ് കൊടുത്തുകൊണ്ട് ഇത് നമ്മൾ സെയിം വെയിറ്റിൽ തന്നെ എന്ത് ചെയ്തു, ചെറിയ ഗ്യാപ്പ് എടുക്കുക, പിന്നെ ചെയ്യുക. അങ്ങനെ നമ്മൾ മറ്റേ ഹാനി റാംബോർഡിൻ്റെ മറ്റേ FST7 അത് ഈ മോഡലല്ലേ വരുന്നത്. ചെറിയ 30 സെക്കൻഡ് ഗ്യാപ്പ് കൊടുത്ത് 7 സെറ്റോ ചെറിയ വെയിറ്റ് മോഡറേറ്റ് വെയിറ്റില്. അത് പൊളിയാണ്. ഞാൻ ഇടയ്ക്ക് ട്രൈ ചെയ്തിട്ടുണ്ട്, ചെസ്റ്റിന് ട്രൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് 20 kg തുടങ്ങിക്കോ. നമ്മൾ ലാസ്റ്റ് വർക്കൗട്ട് ഷോൾഡർ പ്രസ്. സാധാരണ ഫസ്റ്റ് ചെയ്യാൻ വർക്കൗട്ടാണ്. നമ്മൾ ലാസ്റ്റ് ഷോൾഡർ പ്രസ് ചെയ്യുന്നത്. ഡ്രോപ്പ് സെറ്റ് ഒന്നല്ലല്ലോ, അല്ല വെയിറ്റ് എടുത്ത് വെച്ചിട്ട് ഞാൻ 15 കൂടി അടിക്കുക. ഫ്രണ്ട് ടൂണ് കിട്ടാനുള്ള അപ്പോൾ കൂടി ഇതുകൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഷോൾഡറിനുള്ള വർക്കൗട്ട് കഴിഞ്ഞു. പിന്നെ നമുക്ക് നേരെ താഴത്ത് പോയിക്കാൻ കുറച്ച് പോസിങ് ചെയ്ത് കാണാൻ നേരെ വൈൻഡപ്പ് ചെയ്യാം. ഇവിടെ ഓക്കെ അല്ലേ, ഇതിലല്ലേ വരിക? ഓക്കെ. 2 3 പുഷ്. കഴിഞ്ഞല്ല, എനർജി കഴിഞ്ഞാണ്, മരുന്ന് കഴിഞ്ഞാണ്. 2 more. അപ്പോൾ ഇതോടെ നമ്മളെ വർക്കൗട്ട് കഴിഞ്ഞു. നമുക്ക് താഴത്ത് പോയിക്കാണ്ട് പമ്പ് ചെക്ക് നടത്താം. ഓക്കെ. സോ വർക്കൗട്ട് കഴിഞ്ഞു. അത്യാവശ്യം നല്ല രീതിക്ക് ടൈം എടുത്തു. നമ്മൾ ഒരു 2:30 ആയപ്പോഴാണ് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ ഏകദേശം 5 മണിയാവാനായി. കാരണം നമ്മൾ ഈ വ്ലോഗ് എടുക്കുമ്പം എന്തായാലും ലാഗ് വരും. പിന്നെ ലാസ്റ്റ് ഒരു 4 മണിയൊക്കെ ആയപ്പം ആൾക്കാർ വന്നു, പാട്ടിട്ടു. അപ്പോൾ അങ്ങനെ കുറേ ആൾക്കാർ സംസാരിച്ച് നിന്നു. പിന്നെ പാട്ട് കാരണം നമുക്ക് ഇടയ്ക്ക് കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. കാരണം നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം, ബാക്കിയുള്ള ആൾക്കാരെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം. നമ്മൾ വ്ലോഗ് എടുക്കാൻ വേണ്ടിയിട്ട്, കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആകാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ളവരുടെ വ്ലോഗ് എടുക്കാൻ പാർട്ട് ഓഫ് ആക്കി അവിടെ മാറിക്ക് അങ്ങനെ ആക്കിക്കാൻ പാടില്ല. ജനറൽ ആയിട്ടുള്ളൊരു ഏരിയയാണ്, എല്ലാവരും ഒരേപോലെ റെസ്പെക്ട് അങ്ങനെ. കാരണം ഒരു ഫീസ് കൊടുത്തിട്ടാണ് ഇവിടെ വരുന്നത്. അപ്പം ഓർക്ക് അതിനുള്ള വർക്കൗട്ട് ചെയ്യാനുള്ളതും എല്ലാത്തിനുള്ള ഫ്രീഡം ഓർക്കുണ്ട്. അപ്പം ഓരോ റെസ്പെക്റ്റ് ചെയ്യുക. അത് നോക്കിയിട്ട് നമ്മൾ കണ്ടറിഞ്ഞാണ്ട് നമ്മൾ എന്ത് ചെയ്യുക, പറ്റുന്ന പോലെ നമ്മൾ വ്ലോഗും കാര്യങ്ങളും എടുത്തുകൊണ്ട് വേണം പോകാൻ. സോ എന്തായാലും വ്ലോഗ് കുഴപ്പമില്ലാത്ത രീതിക്ക് നമ്മൾ എടുത്തുക്കണേ. ലാസ്റ്റ് വർക്കൗട്ട് മാത്രം കറക്റ്റ് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ നല്ല അടിപൊളി വർക്കൗട്ടായിരുന്നു. പിന്നെ ലേറ്റ് ആയതുകൊണ്ട് മാത്രം നമ്മൾ കാപ്സൊക്കെ ഒന്ന് കമ്മിയായതുകൊണ്ട് കാരണം, ഡൗൺ ആയതുകൊണ്ട് കാരണം മാത്രം അപ്പം വിശപ്പും കാരണം വന്നാണ്ട് ആകെ ടയേർഡായി. ഉച്ചക്ക് കഴിച്ചു. ഞാൻ രാവിലെ എണീച്ചിട്ട് പിന്നെ ഒരു ഒറ്റ മീൽ എടുത്തിട്ടുള്ളൂ. ഞാൻ അതിന് 2 മീലും ഒതുക്കിക്കാണ്. ചിക്കൻ റൈസും കഴിച്ചു, ചിക്കനും ചപ്പാത്തിയും കഴിച്ചു. പിന്നെ ഈ പ്രോട്ടീനും കുടിച്ചാണ്ട് നേരെ വന്നിക്കാണ്. പിന്നെ ഇവിടെ നിന്നാണ് കുറച്ച് മൂസ്ലി കഴിച്ചത്. ഞാൻ 12 മണിക്ക് ഫുഡ് കഴിച്ചതാ, 5 മണിക്കൂറായിപ്പോ. അപ്പോൾ അധികം കാപ്സും ഇതൊന്നും കയറിയില്ല. നോർമലി കയറുന്ന അത്ര കയറിയിട്ടില്ല. ഞാൻ അപ്പം അതിന് ക്ഷീണം എന്തായാലും ഉണ്ടാവും. ഇനി പോയിട്ട് നമ്മൾ നല്ല ഹെവി ആയിട്ടൊരു ഷവായും മന്തിയും പറ്റുന്ന പോലെ എന്തെങ്കിലും കഴിക്കും. അവൻ പ്രപ്പിലാണ്. അപ്പോൾ ഓന് ഫുഡ് കൊണ്ടുവന്നാണ്. ട്രിപ്പിൽ നമുക്ക് മെയിനായിട്ട് ട്രാവൽ ചെയ്യാൻ ദേഷ്യമുള്ളത് ഈ ഒരൊറ്റ കാര്യത്തിൽ, ഫുഡ് ക്യാരി ചെയ്യണം എന്നുള്ള ഒരൊറ്റ കാര്യം കണ്ട. മാക്സിമം 1 ഡേ അല്ലാതെ നമ്മൾ എവിടെയും പോലെ ഒരിക്കലും ട്രിപ്പൊക്കെ ആകുമ്പോൾ ഏറ്റവും ബെറ്റർ നമ്മൾ വീട്ടിലിരിക്കണതും ഒക്കെ തന്നെയാണ്. കല്യാണ പരിപാടികൾക്ക് പോകാതിരിക്കാൻ നല്ലത്. ട്രിപ്പത്തെ ഒരു 3 മാസം ഒരു വേറെ തന്നെയാണ്. നമ്മൾ ട്രാവൽ മാക്സിമം ഒഴിവാക്കുകയാണ് ഏറ്റവും നല്ലത് ട്രിപ്പിൽ. പിന്നെ സോഷ്യൽ ലൈഫ് നല്ല രീതിക്ക് കുറയും. ട്രിപ്പിലാണ് സമയത്ത് നല്ല രീതിക്ക് കുറയും. ഇതൊക്കെ ശരിക്കും ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുന്നു. ഒന്നിനും പോകാൻ പറ്റാ. നമുക്ക് പരിപാടിയും കാര്യങ്ങളൊന്നും നമുക്ക് കൂടാൻ പറ്റൂല. കൂടാലും പിന്നെ ഞാൻ ഇതായിട്ട് ഇങ്ങനെ ലോങ് ട്രിപ്പ് എടുത്തില്ല. അവിടെ എനിക്ക് വലിയ സീൻ ഉണ്ടായിട്ടില്ല. നൈറ്റ് ലൈഫ് ഞാൻ ഇതുവരെ ട്രിപ്പ് എടുക്കുന്നതൊക്കെ 2 മാസം 1 മാസം ആ ട്രിപ്പാണ് എടുത്തിട്ടുള്ളൂ. പക്ഷേ ഇതൊക്കെ 2-3 മാസം. ഞാൻ ജനുവരി തുടങ്ങിയതാ. അപ്പോൾ 3 മാസമല്ല, ഫെബ്രുവരി മാർച്ച് 4 മാസം. 5ാമത്തെ മാസം മെയ്. 4 മാസം ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല. ഞാൻ അത്രക്കും നേരമൊന്നും ട്രിപ്പ് എടുത്തിട്ടില്ല. എന്തായാലും വർക്കൗട്ട് കഴിഞ്ഞു. നമുക്കൊന്ന് പോസ്റ്റ് ചെയ്ത് നോക്കല്ലേ.
യൂസ് ചെയ്ത് നോക്കാം. നമ്മൾ മെയിനായിട്ട് ഷോൾഡറാണ് ഫോക്കസ് ചെയ്യുന്നത്. കാരണം ആംസ് കമ്പയർ ചെയ്യുമ്പം ഇതിൻ്റെത് ഭയങ്കരമായിക്കാണ്ട് ഡോമിനേറ്റിംഗ് ആണ്. അതായത് ആംസ് ഭയങ്കര ഡോമിനേറ്റിംഗ് ആണ്, ഷോൾഡർ ഭയങ്കര ഇതായിരിക്കും. ഇതിപ്പോൾ കുറച്ചെങ്കിലും ഇപ്പം ചെറിയൊരു മാറ്റം വന്നിക്കണം. ഇപ്പം എയർ കുറച്ച് കയറിയതുകൊണ്ട് ചെറിയ മാറ്റം വന്നിന്. പക്ഷേ പണ്ട് ഇങ്ങനെയല്ലായിരുന്നു. പണ്ട് കാല് ഒരു ഒന്നുമില്ല, അത് ഷോൾഡർ ഇവിടെ ചമ്മി നിൽക്കുക, അവിടെ ചമ്മി നിൽക്കുക, ഇവിടെ സൈഡിൽ മാത്രം ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമല്ല. പിന്നെ ഇവിടെ ആംസ് മാത്രം വലുതായി ഇങ്ങനെ നിൽക്കും. ഇപ്പം വലിയ സീനില്ലാതെ കുഴപ്പമില്ലാതെ ആയി വരുന്നുണ്ട്. സൈഡ് ചെസ്റ്റിന്റെ പോസ്റ്റിൽ ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് ഞാനൊരു ഇവിടെ പൊക്കി കൊടുക്കുക, ചെസ്റ്റ് പൊക്കുക. ഞാൻ കൊടുക്കണ്ടേ ഇങ്ങോട്ട് ഇങ്ങനെ ആക്കിയാണ് ഞാൻ ആക്കിയിട്ട് കാര്യമുണ്ടാവില്ല. പിന്നെ ഈ ഗ്ലൂട്ട് ഉണ്ടല്ലോ, അത് പുറത്തേക്ക് തള്ളിയിട്ട് ഇങ്ങനെ ബാക്ക് ഇങ്ങനെ പുഷ് ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് വേണം ഈ ബോഡി ട്വിസ്റ്റ് ചെയ്യാൻ കേട്ടോ. ആദ്യം നിൽക്കാൻ എന്നിട്ട് നമ്മൾ ഇങ്ങനെ നിന്നിട്ട് ഇപ്പം ഗ്ലൂട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഗ്ലൂട്ട് ചെറുതാവും. അതുപോലെ ഇങ്ങനെ ഫ്രണ്ടിക്ക് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അപ്പോഴും നമുക്ക് ആ ഒരു വീ ടേപ്പർ കിട്ടൂല. ഇവിടെ ഈ ഒബ്ലിക്സ് വിസിബിൾ ആവുന്ന രീതിക്ക്. അതായത് ഫസ്റ്റ് തന്നെ ഹാംസ്ട്രിങ്സ് ഒന്ന് ഫ്ലെക്സ് ചെയ്യണം, പിന്നെ ഗ്ലൂട്ട് ബാക്ക് പുഷ് ചെയ്യണം. എന്നിട്ട് വേണം എന്ത് ചെയ്യാൻ, ഇങ്ങനെ എടുത്തിട്ട് അപ്പോഴും ഞാൻ ഇങ്ങനെ ചെസ്റ്റ് പൊക്കിയിട്ട് കൊടുക്കണം കേട്ടോ. ചെസ്റ്റ് പൊക്കിയിട്ട് കൊടുക്കുക. എടുത്ത് ആ ഒരു ലാച്ചിൽ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇത് ലാച്ചിൽ അങ്ങനെ പ്രസ് ചെയ്യും. പ്രസ് ചെയ്യുമ്പം ഷോൾഡർ നല്ല ഫ്ലെക്സ് ആവും. അതേപോലെ ഇത് ഈ ഗ്യാപ്പ് ഉണ്ടല്ലോ, ഇതിപ്പോൾ ഇവിടെ ടച്ച് ചെയ്തിട്ടില്ല. അത് ടച്ച് ചെയ്താലേ എൻ്റെ ഇത് കാണിക്കുള്ളൂ. ഹാംസ്ട്രിങ്സ് ഇങ്ങനെ ടച്ച് ചെയ്തല്ലേ. അത് എടുക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യണം, എടുക്കുമ്പോൾ തന്നെ ബാക്കിൽ നിന്ന് ഇങ്ങനെ ചേർത്തെടുക്കണം. നമ്മൾ ഇതിൽ കൊടുത്തിട്ട് അങ്ങനെ ചേർത്തെടുക്കണം. അപ്പോൾ പുറത്തേക്ക് തള്ളി വരും. പോസിങ് മെയിനായി നോക്കണ്ട. ലാസ്റ്റ് ആ ടൈമിൽ നമുക്ക് പോസിങ് ഏറ്റവും മെയിനായി നോക്കണ്ട്. കാരണം ആ പോസിങ് നമ്മൾ ശരിക്കും ആ സ്റ്റേജിൽ പോയി കാണിക്കാൻ പോകുന്നത്. അത് നന്നായി ഈ 6 മാസത്തെ എത്ര കാലത്തെ പ്രപ്പാണെങ്കിലും ലാസ്റ്റത്തെ ഒരു 10 മിനിറ്റിന് വേണ്ടിയിട്ടുള്ള കാര്യമാണ്. ലാസ്റ്റ് ആ ഒറ്റ ദിവസത്തിന് വേണ്ടിയിട്ടുള്ള സംഭവം എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് ചെയ്യണവർക്ക് മനസ്സിലാവും. നമ്മളൊരു 6 മാസം ഡയറ്റ് എടുത്തതും സ്ലീപ്പ് നോക്കിയതും വർക്കൗട്ട് ചെയ്തതും ഒക്കെ ഷോ ഓഫ് ചെയ്യാനുള്ള ഒരു ടൈമാണ് 10 മിനിറ്റ്. അത് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ബാക്കി ഫുള്ള് വേസ്റ്റ് ആവും. മറ്റേ മസ്കുലർ പോസ് ഒന്ന് പിടിച്ചു നോക്കണം. ഇതോ മസ്കുലർ പോസ് നിങ്ങൾ എങ്ങനെ പിടിക്കില്ലേ? ഞാൻ മസ്കുലർ പിടിക്കുമ്പോൾ ആംസ് ചെറുതാവും. ഇത് ഈ ഒരു ട്രൈസെപ്സ് ഡോമിനേറ്റ് ഇത് ബോണിന്റെ സൈസ് കൂടുതൽ ചെയ്യാണ്ട് അങ്ങനെ ഇത് വരും, സീം വരും. ട്രാപ്സും ഇങ്ങനെ ഫ്രണ്ടിൽ കൊടുക്കുന്നത് ഇങ്ങനെ കൊടുത്തു നോക്ക് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് സൈസ് കാണിക്കും കേട്ടോ. ഇങ്ങനെ കൊടുക്കുമ്പോഴാണ് ചെറുതാവുക. നമ്മൾ ബൈസെപ്സും ട്രൈസെപ്സും ഉള്ളിൽ പോയിട്ടില്ല. കുറച്ച് ഇങ്ങനെ കൊടുക്കുമ്പോൾ കുറച്ചും കൂടി സൈസ് കാണിക്കും. ആ ട്രൈസെപ്സും അങ്ങനെ പുറത്ത് കളിക്കുമ്പോൾ ആ കുറച്ചും കൂടി സൈസ് കാണിക്കും. പക്ഷെ എനിക്കൊക്കെ കംഫർട്ട് ചെയ്യാനുള്ള മസ്കുലറാണ് ഇതാണ്. ഞാൻ അങ്ങനെ പിടിക്കല്. പിന്നെ എൻ്റെ മെയിൻ സ്പോർട്ടാണ് എൻ്റെ ബോഡി ബിൽഡിംഗ് അല്ല. ഞാൻ മെയിൻലി ഫിസിക് ഫോക്കസ്ഡ് ആണ്. അപ്പം അധികം ബോഡി ബിൽഡിങ്ങിനെ കുറിച്ച് എനിക്ക് വലിയ നോളജ് ഉണ്ടാവില്ല. ഞാൻ മാറി പിടിച്ചാൽ മതി. ഇതും പിടിക്കുക അങ്ങനെ മാറി ഇപ്പോൾ ഇടക്ക് ഇതും പിടിക്കുക, ഇടക്ക് പോയി കാണണ്ട് ഇതും പിടിക്കുക, മാറി കൊടുത്ത് നല്ല പ്രശ്നം. എനിക്ക് കൈ ഇങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ അത് ഇങ്ങനെ പിടിക്കാൻ പാടില്ല. ചെസ്റ്റ് ഒന്ന് പൊക്കിയിട്ട് വിട്ടിരുത്തിയിട്ട് വേണം ഇത് പ്രസ് ചെയ്യാൻ. അപ്പോഴേ എനിക്ക് അത് കിട്ടുള്ളൂ. ഏറ്റവും ഇങ്ങനെ ഉള്ളിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ചെറുതാവും. ഓപ്പൺ ആക്കി വെച്ചാണേ ഞാൻ പിടിക്കണം. ഓപ്പൺ ആക്കി ചെസ്റ്റ് പൊക്കിയിട്ട് എന്നിട്ട് പ്രസ് ചെയ്യണം. അതൊക്കെ ചെസ്റ്റ് പൊക്കിയിട്ട് തന്നെ പ്രസ് ചെയ്യണം. ഇനി ഒന്നുകൂടി ഷോൾഡർ ഒന്നുകൂടി കയറാനുണ്ട്. ഒന്നുകൂടി കയറുമ്പോഴാണ് ആ വിടുത്ത് കിട്ടുക. ഫ്രണ്ടും സൈഡും നല്ല ഇതായതുകൊണ്ട് നല്ല ഡൊമിനേറ്റ് നിൽക്കുന്നുണ്ട്. ഞാൻ അപ്പർച്ചൂണി കയറി കഴിഞ്ഞാൽ സെറ്റാവും. ഈ ചേച്ചി പിടിക്കുമ്പോഴും എനിക്ക് അത് ശരിക്കും പിടിക്കുമ്പോൾ ഇങ്ങനെ ഈ ലെവലിക്ക് സാധനം കാണണം കേട്ടോ. അപ്പം ഈ സെപ്പറേഷൻ ശരിക്കും കാണണം. റെഡിയാവും. ഇത് റെഡിയാവാം. ടൈം എടുത്ത് ഇങ്ങനെ റെഡിയാവാം. ഒന്നും പെട്ടെന്ന് ആവില്ല. മസിൽ ബിൽഡിങ് അത്രയും ടൈം എടുത്താണ്ട് വരുന്ന സംഭവമാണ്. സോ പേഷ്യൻസ് ഈസ് ദ കീ, കൺസിസ്റ്റൻസി ഈസ് ദ കീ. അത് ചെയ്യേണ്ട കാര്യം ചെയ്തുകൊണ്ടിരിക്കുക. എന്നാൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഷാമിലിൻ്റെ അക്കൗണ്ട് ഞാൻ എന്തായാലും മെൻഷൻ ചെയ്യുന്നുണ്ട്.
ഞാൻ യൂട്യൂബിൽ അത്ര ആക്റ്റീവ് അല്ല, ആവണം ഇൻഷാ അല്ലാ. ഇൻസ്റ്റയിലും ഓന് എങ്ങനത്തെ ടൈപ്പ് വീഡിയോസ് ഫസ്റ്റ് ചെയ്തിരുന്നത്? എന്തോ മറ്റേ പാത്രം എന്തൊക്കെ എടുത്താണ്ട് കുക്കറും പാത്രവും അതൊക്കെ കുറച്ച് വൈറലായിരുന്നു. അത് ഭയങ്കര ഹിറ്റ് ആയത്. കേരളത്തിൽ ഏത് ആൾക്കാർ കണ്ടൊരു വീഡിയോ, ആകെ അറിയപ്പെടുന്ന ഡയറക്റ്റ് വീഡിയോ അല്ല. പിന്നെ മറ്റേ കുറച്ച് ഡയറ്റ് പ്ലാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുത്താണ്ട് അങ്ങനെ കുറേ വീഡിയോസ് അവന് ക്ലിക്കായിന്. ഇപ്പോൾ അവന് പ്രിപ്പ് സീരീസ് ചെയ്യുന്നുണ്ട്, നമ്മൾ ചെയ്തതിന് അതേ സംഭവം ചെയ്യുന്നുണ്ട് ഇപ്പോൾ. അപ്പം എല്ലാവരും പോയി കണ്ടു നോക്കാം. ഒക്കെ വെർത്താവും, ആ ഒരു ലാസ്റ്റ് ദിവസത്തിലായാലും വെർത്താവും. നമ്മളൊക്കെ ഞാൻ പ്രിപ്പ് സീരീസ് തുടങ്ങിയപ്പോൾ ആടില്ലേനി, അതായത് കാണാൻ ആയിട്ടില്ലേനി, ആകെ 10K താഴത്തൊക്കെ വ്യൂസ് ഉള്ളേനി. അങ്ങനെ ഒരു 30 ദിവസം കഴിഞ്ഞാണ്ട് കോമ്പറ്റീഷൻ്റെ ആ വ്ളോഗ് ഇട്ടു, ഫസ്റ്റ് അടിച്ചു. അതിനുശേഷം പ്രിപ്പ് സീരീസിലെ ആ ഒരു ബാക്കി വീഡിയോസ് മൊത്തം എന്തായി, വ്യൂസ് വരാൻ തുടങ്ങി, ക്ലിക്കായി. കുറച്ച് കഴിഞ്ഞിട്ട് നമ്മള് കോമ്പറ്റീഷൻ കഴിഞ്ഞിട്ടാണ് ആൾക്കാർ പോയിട്ട് പ്രിപ്പ് സീരീസ് കാണുന്നത് ആണ് എല്ലാ വീഡിയോസും. അതായത് ഇപ്പം ആ ഒരു പ്രിപ്പ് സീരീസ് ജയിച്ച ആ ഒരു ഏതൊരു ഓഡിയോ, ഏതൊരു ഡ്രീംസിനെ കുറിച്ച് ഓഡിയോ ഉണ്ട്, അത് ക്ലിക്കായി. പിന്നെ അങ്ങോട്ട് മൊത്തം അതിന് മുന്നത്തെ കുറേ വീഡിയോസ് അങ്ങനെ ഫുള്ള് കയറി ആൾക്കാർക്ക് പുഷ് ആവാൻ തുടങ്ങി. പിന്നെ യൂട്യൂബിൽ കയറാൻ കാരണം എന്താ വെച്ചാൽ ഈ സെയിം സാധനം ഞാൻ യൂട്യൂബിലിടും, ഇൻസ്റ്റയിലെ റീലിന് നേരെ പോയി കണ്ട് യൂട്യൂബിൽ ഇട്ടു. അതും ഇതേപോലെ ആൾക്കാർക്ക് അടുത്തത് എന്ത് സംഭവിച്ചു ഇത് കാണാനൊരു ആകാംക്ഷ കാരണം അങ്ങനെ കണ്ട് 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 അങ്ങനെ അതും പെട്ടെന്ന് കയറി വന്നു. അതല്ല ക്ലിക്കാവും, ഒക്കത്തിനും കൺസിസ്റ്റൻസിയാണ് മെയിൻ. പിന്നെ ടൈം എടുക്കും, പേഷ്യൻസ്. അത് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഞാൻ ആ നേരത്തെ പറഞ്ഞ കാര്യം ഓർമ്മ വരുന്നത്. ഇത് ഈ പ്രിപ്പ് സീരീസിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഒരു 2 കൊല്ലം മുന്നേ അലീക്ക് വീഡിയോ ഇടുമ്പോൾ മൂപ്പരാളെ ഈ കോമ്പറ്റീഷൻ്റെ പ്രിപ്പ് സീരീസ് കണ്ടിരുന്ന ആളാണ് ഞാൻ. അന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല മൂപ്പരാളെ കൂടെ ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നു, ഇങ്ങനെ ഒരു വ്ളോഗിൽ കൂടാൻ പറ്റുന്നു, അതായത് മൂപ്പരാളൊപ്പം വർക്കൗട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യം ഞാൻ വിചാരിച്ചിട്ടില്ല. ഇതൊന്നും വിചാരിച്ചിട്ട് തുടങ്ങിയതല്ല, നമ്മൾ ജസ്റ്റ് ട്രൈ ചെയ്തു. പിന്നെ കാര്യങ്ങൾ കറക്റ്റായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് കഴിഞ്ഞ ഒരു കൊല്ലമായിട്ട് വീഡിയോസ് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറേ ഇന്ത്യ ടൈമിലൊക്കെ ക്രിയേറ്റേഴ്സ് വളരെ കുറവാണ്. പിന്നെ കുറേ ക്രിയേറ്റേഴ്സ് അപ്പം ഒരുവിധം കുറേ ക്രിയേറ്റേഴ്സ് ഉണ്ട്, എല്ലാവരും വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, നല്ലതാണ്. നമുക്ക് ഇഷ്ടമുള്ള പാത്തിൽ ഇഷ്ടപ്പെട്ട കാര്യം ചെയ്യുകയും ചെയ്യാം, ഇഷ്ടപ്പെട്ട കാര്യം ചെയ്തിട്ട് ചെയ്യാം. നമ്മളെല്ലാവരും പൈസ ഉണ്ടാക്കുക അതുപോലെ അത്യാവശ്യ സംഭവമാണ്. ഇപ്പം ഈ കുറേ പേരിപ്പം പല വഴിക്കാണ് പോകുന്നത്. അത് പോകാൻ കാരണം എന്ന് വെച്ചാൽ വേറെ വഴിയില്ല അവർക്ക്. ഇപ്പം സ്കൂളിൽ അധികം അവർക്ക് സ്പോർട്സ് പരമായിക്കാണ്ടുള്ള കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. അല്ല, നമ്മുടെ നാട്ടിൽ എപ്പോഴും ഉള്ള തെറ്റിദ്ധാരണയാണ് ഈ ബോഡി ബിൽഡിംഗ് ഒന്നും രക്ഷപ്പെടാൻ പറ്റിയൊരു ഏരിയ അല്ല എന്നുള്ളത്. നാട്ടുപുറത്താണെങ്കിലും ഇപ്പം ഗ്രൗണ്ടുകളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കുറഞ്ഞു വരികയാണ്, കുറവാണ്. ഇപ്പൊ വാഴത്തെ ആ ഒരു വാഴ സിനിമ ഉണ്ടല്ലോ, ആ സിനിമയിൽ അത് പറയുന്നുണ്ട്, കണ്ടവർക്ക് മനസ്സിലാവും, വരുമ്പോ കാണാത്തവർക്ക് കണ്ട പക്ക മനസ്സിലാവും ഇപ്പത്തെ ആ സിറ്റുവേഷൻ എന്താണുള്ള കാര്യം. എല്ലാം ഒരു പോലീസ് സ്റ്റേഷനിൽ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പം ഇപ്പം നടന്നുകൊണ്ടിരിക്കണ ബെസ്റ്റ് എക്സാമ്പിളാണത്. മാറിയാൽ മതിയായിരുന്നു, അത് കണ്ടെങ്കിൽ ഇനി ഗവൺമെൻറ്റും അതേപോലെ ചെക്കന്മാരൊക്കെ മാറിയാൽ മതിയായിരുന്നു. ഒന്നെങ്കിൽ ഇതേപോലെ ഫിറ്റ്നസ്സൊക്കെ ഇറങ്ങാൻ, അല്ലെങ്കിൽ ഇതേപോലെ കായികപരമായിക്കാണ്ട് ഏതെങ്കിലും ഒരു സ്പോർട്ട് ഇഷ്ടപ്പെട്ട സ്പോർട്ട് കണ്ടെത്തിക്കാണ്ട് അതിൽ ഫോളോ ചെയ്യുക. അതാകുമ്പോൾ എന്താ വെച്ചാൽ വേറെ ചീത്ത പ്രവർത്തിക്കാൻ നമ്മൾ പോവില്ല. നമ്മൾ ഇഷ്ടമുള്ള കാര്യം ചെയ്ത് ജീവിക്കാൻ നോക്കുക. നമ്മൾ എത്ര കാലം ജീവിക്കും എന്നുള്ളത് നമുക്കൊരു അഷുറൻസും പറയാൻ പറ്റില്ല. നമ്മൾ വെറുതെ നമുക്ക് ഇഷ്ടമില്ല, നമുക്ക് താല്പര്യമില്ലാതെ ആരെങ്കിലും പറയണത് കേട്ടിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് ജീവിതം സമയം വേസ്റ്റാക്കി കളയണേക്കാൾ നല്ലത് നമുക്ക് കോൺഫിഡൻസ് ഉള്ളൊരു മേഖല, ഇതന്നെ ഫിറ്റ്നസ് തന്നെ ആവണമെന്നില്ല, നമുക്ക് കോൺഫിഡൻസ് ഉള്ള ഏത് മേഖലയാണെങ്കിലും ബാക്കിയുള്ളവർ പറയണത് നോക്കണ്ട. നമുക്ക് കോൺഫിഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കാര്യം ചെയ്യുക, ഉറപ്പായിട്ടും നമ്മളതിൽ പാഷനേറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മളതിൽ സക്സസ്ഫുൾ ആവും. ആ ഒരു വിശ്വാസം ഉണ്ടാവണം നമ്മൾ എന്ത് ചെയ്യുമ്പോഴും. ഒരു കാരണവശാലും നിർത്തി പോകരുത്. അതേപോലെ തന്നെ നമ്മൾ എപ്പോഴും ഒരു ബാക്കപ്പ് പ്ലാൻ വെച്ചിട്ട് തുടങ്ങാം. ഞാൻ ഇപ്പോൾ സ്റ്റഡീസൊക്കെ കഴിഞ്ഞിട്ടാണ് ഇതിലേക്ക് ഇറങ്ങിയത്. അതായത് ഡിഗ്രി BSc കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ ഫുള്ള് സപ്ലില്ല പാസ്സായിട്ടാണ് ഞാൻ ഇതിലേക്ക് വന്നത്. ആരും അതൊക്കെ ഒഴിവാക്കിയിട്ട് സ്റ്റഡീസൊക്കെ ഫുള്ള് ഒഴിവാക്കിയിട്ട് റിസ്ക് എടുത്ത് ഒരിക്കലും ഇതേപോലെ നിൽക്കും ചാടി വരരുത്. ഏതൊരു മേഖലയിലാണെങ്കിലും നോളജ് അത്യാവശ്യമാണ്. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഇഷ്ടമുള്ള കാര്യം ചെയ്യുക. ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോയിൽ പറയണതാണ്, ആർക്കെങ്കിലും വേണ്ടി ജീവിക്കാതെ നമ്മൾ ജീവിക്കണ കാലം ഇഷ്ടമുള്ള കാര്യം ചെയ്ത് നമുക്ക് ഓക്കെ ആയിട്ട് ജീവിക്കാൻ നോക്കുക. അതാണ്. സോ അത്രയൊക്കെ ഉള്ളൂ. വൈൻഡപ്പ് ചെയ്യാല്ലേ, ഒരുപാട് ലോങ് ആയ പോലെ തോന്നുന്നു. ഒരുപാട് ലോങ് ആയിരിക്കും പോകുന്നത്. നമ്മളൊരു 3 വർക്കൗട്ട് 4 വർക്കൗട്ട് ചെയ്തിട്ടുള്ളൂ. പക്ഷേ സംസാരം കുറേ ഉണ്ടാവും,
കാരണം കുറേ കഴിഞ്ഞിട്ടാണ് കാണുന്നത്, കുറേ കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങൾ ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞാണ്. ഓക്കെ, സോ സമയമൊന്നും നമ്മൾ വേസ്റ്റ് ആക്കിയിട്ടില്ല, ഒക്കെ വെറുതെ ആയിട്ടുള്ള കാര്യങ്ങൾ, പുതിയ പുതിയ കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ളത് നമ്മൾ ഉദ്ദേശിച്ചത്. അത് തന്നെ നമ്മളെ ഗോൾ അതിനായിരുന്നു. അപ്പോൾ അതിൽ ആ ടൈം വേസ്റ്റ് ആയി എന്ന് ആരും വിചാരിക്കണ്ട. അതെ, കാണുന്നത് വർത്താണ്. അപ്പോൾ എന്തായാലും ഈ വ്ളോഗോടെ വൈൻഡപ്പ് ചെയ്യാൻ പോകണേ. അടുത്ത വ്ളോഗിൽ കാണാം. ഓക്കെ, ബൈ ബൈ.